പുഷ്പ ആരാധകരെ ആവേശത്തിലാക്കി ചിത്രത്തിന്റെ പുതിയ അപ്ഡേറ്റ് പുറത്തുവന്നിരിക്കുകയാണ്. ആഗോള ബോക്സ് ഓഫീസിൽ വമ്പൻ വിജയമായി തീർന്ന ചിത്രമാണ് അല്ലു അർജുൻ നായകനായി എത്തിയ പുഷ്പ 2. പുഷ്പ 2 OTTയിൽ ഞെട്ടിക്കുമെന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. കാരണം ജനുവരി 19 ഇറങ്ങിയ പുഷ്പ 2 റീലോഡഡ് പതിപ്പായിരിക്കും നെറ്റ്ഫ്ലിക്സിൽ എത്തുകയെന്നാണ് നെറ്റ്ഫ്ലിക്സ് അറിയിക്കുന്നത്. അതായത് തിയേറ്ററിൽ ആദ്യം റിലീസ് ചെയ്ത ചിത്രത്തെക്കാൾ 20 മിനിറ്റോളം കൂടുതൽ ചിത്രം ഉണ്ടാകുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത്. ഇന്ത്യൻ സിനിമയിൽ കഴിഞ്ഞ വർഷം ഏറ്റവും കാത്തിരിപ്പുയർത്തിയ ചിത്രം കൂടിയായിരുന്നു പുഷ്പ 2. 2021 പുറത്തെത്തിയ പുഷ്പ നൽകിയ വമ്പൻ ജനപ്രീതിയും വിജയവും തന്നെയായിരുന്നു പ്രേക്ഷകരുടെ ഈ പ്രതീക്ഷയ്ക്കുള്ള പ്രധാന കാരണം. പുഷ്പ 2 തിയേറ്ററുകളിലെത്തിയപ്പോൾ ഉത്തരേന്ത്യൻ പ്രേക്ഷകരാണ് കൂടുതൽ ആവേശകരമായ വരവേൽപ്പ് നൽകിയത്. രശ്മിക മന്ദാന നായികയായ ചിത്രത്തിൽ ഫഹദാണ് മറ്റൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. 1800 കോടിയിലധികം രൂപയാണ് സിനിമ ബോക്സ് ഓഫീസിൽ നിന്നും നേടിയത്. ഇത് ഇന്ത്യൻ ബോക്സ് ഓഫീസ് ചരിത്രത്തിലെ വൻ വിജയങ്ങളിലൊന്നായിരുന്നു. നെറ്റ്ഫ്ലിക്സ് ആണ് പുഷ്പ 2 ഓൺലൈൻ സ്ട്രീമിംഗ് ചെയ്യുന്നതെന്നാണ് പുതിയ റിപ്പോർട്ടുകളിൽ പറയുന്നത്. ഇന്ത്യൻ സിനിമാ ചരിത്രത്തിലെ തന്നെ വൻ തുകയാണ് ചിത്രം നെറ്റ്ഫ്ലിക്സ് വാങ്ങിയതെന്നാണ് മുൻപ് വന്ന റിപ്പോർട്ടുകളിലും പറയുന്നത്. ചിത്രം ഉടൻ തന്നെ എത്തുമെന്നു പറയുന്ന പോസ്റ്ററിൽ എന്നാണ് OTT സ്ട്രീമിംഗ് എന്ന് ആരംഭിക്കുന്ന കാര്യം കൃത്യമായി പറയുന്നില്ല. എന്നാൽ ചിത്രം ജനുവരി 30 OTTയിൽ എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. പുഷ്പയുടെ ജപ്പാനിലെ സീനുകളടക്കം കൂടുതൽ ചിത്രത്തിലുണ്ടാകുമെന്നും പുത്തൻ റിപ്പോർട്ടിൽ പറയുന്നു. തെലുങ്ക്, തമിഴ്, കന്നഡ, മലയാളം ഭാഷകളിലായിരിക്കും പുഷ്പ 2 ആദ്യം OTTയിൽ എത്തുക. ഏറ്റവും പുതിയ വാർത്തകൾ അനുസരിച്ച് ചിത്രത്തിന്റെ OTTയിലെ ഹിന്ദി പതിപ്പിന്റെ റിലീസിനായി ആരാധകർ ഇനിയും കാത്തിരിക്കേണ്ടി വരും. ആദ്യഘട്ടത്തിൽ ചിത്രത്തിന്റെ ദക്ഷിണേന്ത്യൻ ഭാഷാ പതിപ്പുകളാണ് എത്തുക. ഇതിന്റെ ഒരു അപ്ഡേറ്റ് നെറ്റ്ഫ്ലിക്സ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു. എന്തായാലും OTTയിലും പുഷ്പ 2 പൊടിപിടിക്കുമെന്ന് ഉറപ്പാണ്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.